മീൻ കഴിക്കുമോ? ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? അതാ മീൻ എന്താ ഹലാലല്ലാത്ത? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലാന്നില്ലേ? ശരിയാണല്ലോ അല്ലേ? ചത്ത വസ്തുക്കളെ കഴിക്കാൻ പാടില്ല, അത് ഹറാമാണ്, ഹലാലല്ല. കറക്റ്റ് ആണല്ലോ. ഇങ്ങനെ ഒരു തലക്കെട്ടോട് കൂടിയിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്നത് കേട്ടോ. ഉടനെ തന്നെ 2025 ഡിസംബർ 11 റിയാക്ട് ചെയ്തതാണല്ലോ എന്നൊരു ഓർമ്മ. വെറുതെ പറഞ്ഞതട്ടോ, ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചാണല്ലോ, ഈശ്വര ഞാനിത് റിയാക്ട് ചെയ്തതാണല്ലോ എന്നുള്ളത്. ഞാൻ തെരഞ്ഞു കിട്ടി. അതായത് മീനിനെ ഹലാലായ മാർഗത്തിലൂടെ അറുത്തിട്ടല്ല കഴിക്കുന്നത്, മീന് തല തല്ലി ചാവുന്ന ജീവിയാണ്, അപ്പൊ അത് ഹറാമാണ് കഴിക്കുന്നത് എന്ന രീതിയിലാണ് കപടഭക്തയായിട്ടുള്ള ജസ്ന സലീം ഒരു ഇന്റർവ്യൂ കൊടുത്തത്. അന്ന് തന്നെ ഞാൻ മറുപടി കൊടുത്തതാണ്. നമുക്ക് എല്ലാം കൂടെ ഒന്നുകൊണ്ട് പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ എവിടെയാണ് ഷെയർ ചെയ്യപ്പെടുന്നത് അറിയോ? ഇസ്ലാം വിരുദ്ധ ഗ്രൂപ്പുകളിലാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. കുറെ സംഘികൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അടിക്കുറിപ്പ് തന്നെ എങ്ങനെയാണെന്നുള്ളതാണ്. ജസ്ന സലീം പറഞ്ഞതുപോലെ തന്നെ മീന് ചത്തതല്ലേ, ചത്തതിനെ തിന്നണത് ഹലാലല്ലല്ലോ, ഹറാമല്ലേ. ആ ഒരു തലക്കെട്ടാണ് ഒരു പക്ഷെ എനിക്കത് വീണ്ടും റിയാക്ട് ചെയ്യാൻ തോന്നിയെന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബർ 11 ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോയിൽ വന്ന ഒരു കമന്റ് ആദ്യം ഞാൻ വായിക്കാൻ കേട്ടോ. സാനു AB എന്നാണ് ആളുടെ പേര്. ആളിട്ടൊരു കമന്റ് ആണ്: സന്ദീപെ, താങ്കളാണ് യഥാർത്ഥ ഹിന്ദു എന്നതിനേക്കാൾ ഉപരി ഒരു യഥാർത്ഥ മനുഷ്യൻ. അതിനടിയിൽ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരാളുടെ കമന്റ് ആണ്: ഇവരെ പോലുള്ളവർ ഉള്ളിടത്തോളം നമ്മൾ ആരും തോൽക്കില്ല എന്നുള്ളതാണ്. ആ രണ്ട് കമന്റ് ഒരുപക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്റെ വീഡിയോസ് കാണുന്നതിൽ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ ഒരു വേർതിരിവില്ല. എല്ലാവരെയും ഞാൻ ചേർത്ത് വെക്കുന്നത് കൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ജസ്ന സലീം പറഞ്ഞ ആ ഒരു കാര്യം മുഴുവനായിട്ടൊന്ന് കേൾക്കാം, മറുപടി കൊടുക്കാം. മീൻ കഴിക്കുമോ? ഞാൻ മീൻ കഴിക്കും. മീൻ എങ്ങനെയാടാ ഹലാലാവുക? അതാ മീൻ എന്താ ഹലാലല്ലാത്ത? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലാന്നില്ലേ? ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല. മീൻ സ്വയം തലതല്ലി ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. മീനെടുത്ത് പുറത്തിടുന്ന സമയത്ത് അത് ചാവുകയല്ലേ ചെയ്യുന്നത്? അതിനെയല്ലേ നിങ്ങളൊക്കെ എടുത്ത് വെട്ടി വീഴുന്നത്? അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ എന്താ പറയാ വസ്തുതാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പറയട്ടെ, ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഈ മൊല്യന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നത്? അന്ന് ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് ഉസ്താദുമാരെയും മുസ്ലിം പണ്ഡിതന്മാരെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ജസ്ന സലീം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. എനിക്ക് ഏകദേശം 98,000 വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ. അന്ന് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ജസ്ന സലീം മദ്രസയിലും പോയിട്ടില്ല, ഇസ്ലാം മതത്തെ ഒരിക്കലും ഫോളോയും ചെയ്യുന്നില്ല എന്ന് ഈ മണ്ടത്തര ചോദ്യത്തിൽ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ അവതാരകന്റെ പൊട്ടത്തരം കേൾക്കുമ്പോൾ മനസ്സിലാവും എന്നുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞത് ഒന്ന് കേൾക്കാം. എവിടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതും കേട്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകൾ പറയുമ്പോൾ മണ്ടത്തരമാണ് പറയുന്നത് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളത് ഒന്നാമത് ഒരു താക്കീത് ഞാൻ കൊടുക്കുകയാണ്. രണ്ടാമത്, ആങ്കർക്കും ഇസ്ലാമിക പരമ്പരമായിട്ട് ഒന്നും പറയാൻ അറിയില്ല, ഈ കേട്ടോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മറുപടി പറയുന്ന വ്യക്തിക്കും അറിയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും താറടിക്കുമ്പോൾ ഇത് കേൾക്കുന്ന മറ്റ് ഇതര മതസ്ഥരുണ്ടല്ലോ, അവർ കാണുമ്പോൾ ചിരിക്കും. അപ്പൊ അവർ ചിന്തിക്കുകയാണ്, മീനിനെ അങ്ങനെ തിന്നാൻ പാടും, അപ്പോൾ അത് ചത്തതല്ലേ എന്നുള്ളത് മറുപടി നമുക്ക് കൊടുക്കാം അല്ലെ. കൃത്യമായി ഖുറാനിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ, ഹദീസുകൾ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഒന്ന് തുറന്നു നോക്കിയെങ്കിലും ജസ്ന സലീം ചെയ്തിരുന്നെങ്കിൽ നമ്മളായിട്ട് പറയായിരുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഫിഖ്, മത്സ്യം, മീൻ കഴിക്കുന്നത് ഹലാൽ, അനുവദനീയമാണ്. അത് ഹറാം, നിഷിദ്ധമല്ല. അത് ഹറാമല്ല എന്നുള്ളത്, അതായത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ മത്സ്യം കഴിക്കുന്നത് ഹലാലാണ്, ഒരിക്കലും അത് നിഷിദ്ധമല്ല എന്നുള്ളതാണ്. ഇനി അതിന്റെ കാരണങ്ങളൊക്കെ. ഇതിന്റെ കാരണം ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായ ഖുറാനിലും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചര്യയിലും കടലിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങളെ പൊതുവെ അനുവദിച്ചിരിക്കുന്നു എന്നതാണ്. പ്രധാനമായി ഈ വിഷയത്തിൽ പരിഗണിക്കുന്ന കാര്യങ്ങൾ ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഖുറാനിലെ പരാമർശം: അവയിൽ നിന്ന് നിങ്ങൾ പുതിയ മാംസം ഭക്ഷിക്കുവാനും നിങ്ങൾ കണിയാനുള്ള ആഭരണങ്ങൾ പുറത്തെടുക്കുവാനും വേണ്ടി കടലിനെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നതും അള്ളാഹു ആകുന്നു. നിങ്ങൾക്കും യാത്രക്കാർക്കും ഉപയോഗിക്കത്തക്കവണ്ണം കടലിലെ വേട്ടയും അതെടുത്ത് ഭക്ഷിക്കുന്നതും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു ക്ലാരിറ്റി വന്നില്ല എന്നുള്ളതാണ് അല്ലെ. അതായത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഇവിടെ ജസ്ന സലീം വ്യക്തമാക്കുന്നത്. അതിന് മുന്നേ ഒരു ഹദീസും കൂടി ഞാൻ പറഞ്ഞുതരാം. സമുദ്രം അതിന്റെ വെള്ളം ശുദ്ധീകരിക്കുന്നതാണ്, അതിലെ ജീവികൾ ചത്തവ പോലും ഹലാലുമാണ്. ഈ ഒരു കാര്യം എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് വായിച്ചുതരാം. രക്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുന്നേ തന്നെ പറഞ്ഞു. ഈ രക്തം ശരീരത്തിൽ കട്ട പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ, ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോകാത്തൊരവസ്ഥയിൽ
അത് ഉള്ളിൽ കിടന്നുകൊണ്ട് ഒരുപാട് കീടാണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, മഹാരോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതുകൊണ്ടാണ് അറക്കുന്ന രീതിയെ കുറിച്ച് പോലും ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, കരയിലെ മൃഗങ്ങളെ, അതായത് കന്നുകാലി, കോഴി മുതലായവ അറുത്ത് രക്തം പൂർണ്ണമായി ഒഴുക്കി കളയണമെന്നാണ് ഇസ്ലാമിക നിയമം. ഇതിന് പിന്നിലെ പ്രധാന കാരണം രക്തം വേഗത്തിൽ അഴുകുകയും ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കരയിലെ മൃഗങ്ങൾ അറുക്കാത്ത ചത്ത ധാരാളം രക്തം മാംസത്തിൽ തങ്ങി നിൽക്കുകയും ഇത് വേഗത്തിൽ വിഷാംശമുള്ളതാകാൻ കാരണമാവുകയും ചെയ്യുന്നുള്ളതാണ്. കരയിലെ മൃഗങ്ങൾ ചത്തു കഴിഞ്ഞാലും അടിച്ചു കൊന്നു കഴിഞ്ഞാലൊക്കെ അതിന്റെ രക്തം ശരീരത്തിൽ ഇങ്ങനെ ഇതായി കിടക്കും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. മത്സ്യത്തിന്റെ അവസ്ഥ പറഞ്ഞുതരാം. മത്സ്യത്തിന്റെ ശരീരഘടനയും രക്തചംക്രമണ വ്യവസ്ഥയും കരയിലെ സസ്തനികളിൽ നിന്നും വ്യത്യസ്തമാണ്. രക്തം അതിന്റെ ചെകിളകളിലൂടെ നിരന്തരം ഫിൽട്ടർ ചെയ്യുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതിനാൽ മത്സ്യത്തിന്റെ രക്തത്തിന്റെ അംശം താരതമ്യേന വളരെ കുറവാണ്. അതിനാൽ അറുക്കാതെ ഉപയോഗിക്കുമ്പോൾ പോലും വിഷമാലിന്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, വ്യക്തമായി മനസ്സിലായല്ലോ അല്ലേ? ശബ്ദം പോയി കിടക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും വിശദീകരിച്ചതന്നെ. പക്ഷെ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇപ്പൊ ജസ്ന സലീം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാല്, ഹറാമാണെന്ന് പറയുന്ന സാധനങ്ങൾ ഇവർ കഴിക്കുന്നുണ്ട്, അത് ഹലാലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നത്. ഇനി ഒന്നേ പറയുന്നുള്ളൂ എന്റെ പൊന്ന് ജസ്ന സലീമെ, ഹറാമായ ഭക്ഷണം എന്ന് പറഞ്ഞാല് ഒരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് കഴിക്കുന്ന ഭക്ഷണം, ഒരാൾക്ക് പലിശക്ക് പണം കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ ഹറാമ് തന്നെയാണ് എന്നുള്ളതാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഈ ഹറാമും ഹലാലും വെച്ചിട്ട് കുറെ കാലമായി ഇവിടെ സംഘികൾ കിടന്നിട്ട് ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നു. അവരുടെ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇപ്പോ ജസ്ന സലീം അന്ന് പറഞ്ഞ ഈ വിഷയങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തുവാ ഞാൻ പറയാ? അപ്പൊ ജസ്ന സലീമിനുള്ള ഉത്തരം എന്തുകൊണ്ട് തലതല്ലി ചാവുന്ന മീനിനെ കഴിക്കുന്നു എന്നുള്ളതാണ്. ഒരു ജീവി സ്വാഭാവികമായി ചാവുമ്പോൾ അതിന്റെ ശരീരം വേഗത്തിൽ അഴുകി തുടങ്ങും. കരയിലെ മൃഗങ്ങളെക്കാൾ താരതമ്യേന ആരോഗ്യപരമായി മത്സ്യത്തെ സുരക്ഷിതമായ കണക്കാക്കാൻ ചില കാരണങ്ങളുമുണ്ട്. ഓട്ടോലൈസിസ്, മത്സ്യം വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അതിന്റെ ശരീരത്തിലെ രാസപ്രവർത്തനങ്ങൾ വേഗത്തിൽ നടന്ന് കേടുപാടുകൾ തുടങ്ങുമെങ്കിലും അത് വിഷകരമാവുന്നതിനേക്കാൾ മുൻപ് തന്നെ കഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് വിഷകരമാവുന്നതിനേക്കാൾ മുന്നേ കഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഉപ്പാണ് കടല്. കടലിന് അങ്ങനെ മറ്റൊരു പ്രത്യേകതകൾ കൂടിയുണ്ട്. അത് സ്വയം മലിനമാവില്ല, സ്വയം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കാര്യം പറഞ്ഞു തന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ജസ്ന സലീം അന്ന് പറഞ്ഞ കാര്യത്തിന് മറുപടി കൃത്യമായി അന്ന് ഉസ്താദുമാര് കൊടുത്തിട്ടുണ്ട്. എന്നെ പോലെ കുറച്ച് ആളുകൾ മറുപടി കൊടുത്തിട്ടുണ്ട്. അന്നത് ചർച്ചയായിട്ട് ഒഴിവാക്കി വിട്ടതാണ്. പക്ഷെ ഇന്നും മുസ്ലിങ്ങളെ കരിവാരിത്തേക്കം കിട്ടുന്ന ഒരു അവസരം അത് ചില സംഘികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് അവര് ഹറാമാണെന്ന് പറഞ്ഞ സാധനം വെറുതെ പറയുകയാണ് എന്ന രീതിയിൽ കൊട്ടിഘോഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇസ്ലാമില് ഖുറാനില് മത്സ്യത്തെ കഴിക്കുന്നത് അനുവദനീയമാക്കിയത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഖുറാനിലും ഹദീസുകളിലും വ്യക്തമായിട്ട് അതിനുള്ള ഉത്തരങ്ങളും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ദയവ് ചെയ്തിട്ട് ജസ്ന സലീം പറയുന്ന പൊട്ടത്തരം ഇനിയും വലിച്ച് ഇങ്ങനെ കൊണ്ടു കിടക്കല്ലേ. കുറെ നേരം സംസാരിക്കാൻ കഴിയില്ല, തൊണ്ടക്ക് പ്രശ്നമുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. കട്ടായിട്ടേ വരുന്നത്, ഇടക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. എന്താ വെച്ചാൽ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഡഫാൾ signing off.